ഞാൻ ആദ്യം പ്രേക്ഷകരുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ബിഗ് ബോസിലേക്ക് ഗെയിം കളിക്കാൻ പോയിരിക്കുകയാണേ. നിങ്ങളെ തന്നെ സങ്കല്പിക്കുക. അവിടെ 20 പേരുണ്ട്. 20 പേർക്കും തുല്യമായ അവകാശങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ്, "നീ പോയി അത് ചെയ്. പോ എണീറ്റ് പോ. പോയി ചെയ്." അപ്പം നിങ്ങൾ പറയാണ്, "ഞാൻ ചെയ്തോളാം. നിങ്ങളിപ്പോൾ പോ. അല്പം കഴിഞ്ഞ് ചെയ്തോളാം." മറ്റേ ആൾ പറയാണ്, "ഇല്ല. നീ ഇപ്പോൾ പോയേ പറ്റൂ. പോയി ചെയ്." ചെയ്യെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടേ പോകൂ എന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്കൊപ്പം മത്സരം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗെയിം കളിക്കാനായിട്ട് ഒരാൾ വന്നിട്ട് അയാൾ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നിരന്തരമായിട്ട് അത് അയാൾ ചെയ്യുന്നു, നിങ്ങൾ വളരെ മാന്യമായി പറഞ്ഞിട്ടും അയാൾ അത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുസരിക്കോ? നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവില്ലേ? ബിഗ് ബോസ് ഒന്നും അല്ലല്ലോ, അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ലേ. ആ കണ്ടസ്റ്റന്റ് വന്നിട്ട് നിങ്ങളടുത്ത് പറയാണ്, "നീ ചെയ്തേ പറ്റൂ, എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പോയി ചെയ്താൽ അവിടെ നിങ്ങൾ അയാളുടെ വെറും ഒരു അടിമയെ പോലെ ആയി പോവാണ്. അയാൾ പറയുന്നു, നിങ്ങൾ പോയി ചെയ്യുന്നു. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാൾ അത് ചെയ്യില്ല. ഇത് ഞാൻ ആമുഖമായിട്ട് പറയാൻ കാരണം അനീഷിന്റെ ഇന്നത്തെ പ്രവൃത്തിയോട് 1% പോലും എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ്. പ്രേക്ഷകർക്ക് അറിയാമല്ലോ, അനീഷിനെ വളരെ ഇഷ്ടമാണ് എനിക്ക്. ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് തവണ സംസാരിച്ച ആളാണ് പല വിഷയങ്ങളിലും. പക്ഷേ ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ടാസ്കുകളിലായിക്കോട്ടെ, ഇന്നായിക്കോട്ടെ, അനീഷ് കാണിക്കുന്ന ഈ ഒരു സമീപനമുണ്ടല്ലോ, അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ഈ വിഷയത്തിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും അനീഷ് പറഞ്ഞു എന്ന് വെച്ചാൽ അവർക്ക് പോയി കഴിയിക്കൂടെ, അത് അവരുടെ ഡ്യൂട്ടി അല്ലേ, അനീഷ് ക്യാപ്റ്റൻ അല്ലേ. ചില സമയങ്ങളിൽ അത് ശരിയാണ്. പക്ഷെ ഇവിടെ അനീഷ് മനഃപൂർവ്വം, അതായത് അനീഷ് ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഗെയിം കളിക്കുന്നത്. അത് നമ്മൾ ഇനി അനീഷിനെ അങ്ങനെ നിഷ്കളങ്കനായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അനീഷ് ഇതേ ആറ്റിറ്റ്യൂഡ് ജിഷിനോട് കാണിക്കണമായിരുന്നു, അല്ലെങ്കിൽ വെസൽ ടീമിലുള്ള നമ്മുടെ ജിസേലിനോട് കാണിക്കണമായിരുന്നു. അപ്പൊ അതൊന്നുമല്ല. അനീഷ് ആദിലെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദിലെ ട്രിഗർ ചെയ്യാൻ പറ്റും, ആദിലെ പ്രൊവോക്ക് ആവുമെന്ന് അനീഷിന് നന്നായിട്ട് അറിയാം. അപ്പൊ പ്രൊവോക്ക് ചെയ്തിട്ട് ഓൾറെഡി ആദിലെ കുറെ നെഗറ്റീവ് ആണ് പുറത്ത്. അപ്പോൾ കൂടുതൽ നെഗറ്റീവ് ആക്കാം, കൂടുതൽ ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടും എന്നുള്ള രീതിയിൽ അനീഷ് കളിക്കുന്ന ഒരു ഗെയിമാണിത്. ഞാൻ ഇന്നലെ കൂടി ആദിലെ വിമർശിച്ച ആളാണ്. ഇന്ന് കൂടി പ്രൊമോ കണ്ടിട്ട് ആദിലെ ഓവറായി പോകുന്നു, എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ച ആളാണ്. പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ലൈവ് കണ്ടപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞ് എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒരു അഭിപ്രായം ഞാൻ പറയില്ല. എനിക്ക് നന്നായിട്ടറിയാം അനീഷിന് ഇഷ്ടംപോലെ പ്രേക്ഷക പിന്തുണയുള്ള ഒരാളാണ്. അനീഷിനെ പുകഴ്ത്തി ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് 4 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രേക്ഷകരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടും. കമന്റ് ബോക്സിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയാനായിട്ട് ഒരിക്കലും കഴിയില്ല. അതിനി അനീഷ് എന്നല്ല, സാക്ഷാൽ ലാലേട്ടനെ കുറിച്ചാണെങ്കിൽ പോലും മൂപ്പര് ചെയ്ത ഒരു കാര്യം തെറ്റെന്ന് തോന്നിയാൽ തെറ്റെന്ന് തന്നെ പറയും. അതിലൊരു സംശയവുമില്ല. ഇവിടെ എന്തുകൊണ്ട് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ആദിലയുടെ അടുത്ത് അനീഷ് വന്ന് പാത്രം കഴുകാൻ പറയുന്നു. ശരിയാണ്, അതിനുള്ള റൈറ്റ് പുള്ളിക്കുണ്ട്. ആദിലയുടെ ഭാഗത്ത് തെറ്റുകളില്ലെന്നല്ല ഞാൻ പറയുന്നത്. ആദിലയും അനീഷിന്റെ അടുത്ത് പെരുമാറുന്ന രീതി ഒട്ടും ശരിയല്ല. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, പ്രൊവോക്കിംഗ് ആണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അനീഷും അതുപോലെ തന്നെയാണ് കേട്ടോ. അനീഷ് ആജ്ഞാപിക്കാൻ ആരാണ്? അതാണ് ഇവിടുത്തെ പ്രശ്നം. അനീഷ് വന്നിട്ട് ഓക്കെ, ആദിലയുടെ ഡ്യൂട്ടിയാണ്, അത് ചെയ്തോണം എന്ന് പറഞ്ഞിട്ട് അനീഷിന് അങ്ങ് പോകാം. ഇപ്പൊ എണീക്ക്, ടാസ്ക് തുടങ്ങും. എണീക്ക്, പോയി പാത്രം കഴുക, ടാസ്ക് ഇപ്പോൾ തുടങ്ങും. എണീക്ക്, അവിടെ നിന്ന് എണീക്ക്, ടാസ്ക് തുടങ്ങും. അപ്പൊ ആദില പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് ബിന്നി വന്നിട്ട് അതിലെ പാത്രമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയി കഴുകും. അനീഷേട്ടാ, നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എൻ്റെ വാപ്പയോ കൊച്ചാപ്പയോ ഒന്നും അല്ല ഇങ്ങനെ വന്നിരുന്ന് ഓർഡർ ഇടാനായിട്ട്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പോയി കഴുകിക്കോളാം. ഇനി അഥവാ ടാസ്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പാത്രം കഴുകുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ഞാൻ പോയി കഴുകി തീർത്തെന്നോളാം. നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കണ കാണുമ്പോൾ എനിക്ക് കഴുകാൻ തോന്നുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നാത്തത്. നിങ്ങളുടെ ഈ സ്വഭാവം കാരണമാണ് എനിക്ക് നിങ്ങളടുത്ത് നിങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ തോന്നാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമൊക്കെ വളരെ മാന്യമായിട്ട് ആദില പറയുന്നുണ്ട്. അതുപോലെ തന്നെ നൂറയും അവിടെ ഇരിക്കുന്ന അനുമോളൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ പൊയ്ക്കോ, അവൾ വന്ന് കഴിയിക്കോളും. ഇത് ആദ്യത്തെ സംഭവം അല്ല. അനീഷ് ഇതിനു മുമ്പും പലപ്പോഴായിട്ട് ആദിലെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ പോയി അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ആദിലയുടെ റിയാക്ഷൻ ആണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ സീസൺ 4 ജാസ്മിനെ പോലെയാണ്. ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, ട്രിഗർ ആവും പെട്ടെന്ന്. ഒരു പക്ഷെ അവർക്ക് അവരുടെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഇവിടെ ഒരു അനീഷിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവരാരും പോയിക്കുന്നത്. നമ്മൾ എല്ലാ വശങ്ങളെ കുറിച്ചും സംസാരിക്കുന്നത്. അനീഷ് ഒരു നല്ല ഗെയിമറാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഓർഡർ ഇടാനായിട്ട് അനീഷിന് ഒരു അവകാശവുമില്ല. ആദിലെ മാന്യമായിട്ട് പറയാണ്, ഇത് ആദിലേയും കൊണ്ടേ ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ആദിലയ്ക്കും അനീഷിനും ഒക്കെ അവിടെ ഒരേ ഇതേ ഉള്ളൂ. ഇനി ആദിലയുടെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ അനീഷ് എന്ത് ചെയ്യണം? അനീഷിന് ആ ഡ്യൂട്ടി ചെയ്യാം. ആ ടീമിലുള്ള വേറെ ആരെങ്കിലും ആ ഡ്യൂട്ടി ചെയ്യുക. എന്നിട്ട് ജയിൽ നോമിനേഷൻ വരുമ്പോൾ ആദിലയുടെ പേര് പറയുക, ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് പറയുക. ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യുക, ലാലേട്ടനോട് പറയുക. മറിച്ച് മറ്റൊരാളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് ഒരുതരം
ബുള്ളി ചെയ്യുന്ന ഒരു രീതി. അനീഷ് ഇപ്പൊ ശരിക്കും ആദിലെ ബുള്ളി ചെയ്യുന്നതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ആദില ഇതുപോലെ ഷാനവാസിനോട് പെരുമാറാത്തത്? ഷാനവാസ് വിളിച്ചിരുത്തി അവരുമായിട്ട് സംസാരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സ്നേഹത്തോടെ പറയും, അല്ലേ? പരസ്പരം ഒരു 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 അടുപ്പം വേണം, അണ്ടർസ്റ്റാൻഡിങ് വേണം. ഈ ആദിലയും അനുമോളും തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ടില്ലേ? പക്ഷെ അവർ തമ്മിലൊക്കെ സംസാരിക്കും. ഈ അനീഷ് ആരുടെങ്കിലും പോയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ആദില നീ ഭക്ഷണമൊക്കെ കഴിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷം, വീട്ടിൽ ആരൊക്കെയുണ്ട്, സുഖാണോ, പിന്നെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം, അങ്ങനെ ഒരു സൗഹൃദത്തോടെ നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അനീഷ് ആരുടെങ്കിലും പോയിട്ട്? ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഷാനവാസിന്റെ അടുത്ത് പോലും അനീഷ് അങ്ങനെയൊന്നും സംസാരിക്കാറില്ല. അനീഷിന്റെ കേസിലെ പ്രശ്നം, അനീഷ് ഒരാളെടുത്തോ അങ്ങനത്തെ ഒരു ഇന്റിമേറ്റ് ആയിട്ട് ഇടപെടുകയോ ആരുമായിട്ടെങ്കിലും ഒരു സൗഹൃദം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരാളോട് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ആ ഒരു ബഹുമാനവും അടുപ്പവും തോന്നുക? ആ കാരണം കൊണ്ടാണ് നമുക്കിവിടെ അനീഷിനോട് യോജിക്കാൻ പറ്റാത്തത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴേ അനീഷാണ് ശരിയെന്ന് തോന്നും. ആ പെങ്കൊച്ച് എന്താണ് ഇത്രയും ദേഷ്യപ്പെടുന്നത്, അവൾ കിടന്ന് തുള്ളുന്ന കണ്ടില്ലേ, അവൾ എന്തൊരു ചാട്ടമാണ്, പലരും കമന്റ് ചെയ്യുന്ന ഞാൻ കണ്ടു. ചുമ്മാതല്ല ലക്ഷ്മി പറഞ്ഞത് അവളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന്, എന്തൊരു പെണ്ണാണ്. അവനവന് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ഞാൻ ഇത്തരം ഒരു ഇത് കാണുമ്പോൾ ഞാൻ മറ്റുള്ളവരവിടെ എങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യും? ഇപ്പൊ ഞാനാണെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ഓർഡർ ചെയ്താൽ നീ പണി നോക്കടാ മോനെ എന്ന് പറയും. അല്ലാതെ ശരി തമ്പ്രാന്ന് പറഞ്ഞ് എണീറ്റ് പോയി പണി ചെയ്യാനായിട്ട് ഞാൻ അനീഷിന്റെ ചെലവിലല്ലല്ലോ അവിടെ നിൽക്കുന്നത്. ഞാനായാലും ഇപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരാണെങ്കിലും ഒരാൾ വന്നിട്ട് രാജപ്പ നീ എണീര് പോയി കഴുക് എന്ന് പറഞ്ഞാൽ ശരി തമ്പ്രാന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എണീറ്റ് പോ, നീ പോടാ, നീ ആരുടെ ഇത് പറയാൻ, എനിക്കറിയാം എൻ്റെ ജോലി ചെയ്യാൻ, നീ പോടാ എന്നല്ലേ പറയുള്ളൂ. അല്ലാതെ അനീഷിനെ അനുസരിച്ച് നിൽക്കാനല്ലല്ലോ അവിടെ ആരും പോയിരിക്കുന്നത്. ബിഗ് ബോസോ ലാലേട്ടനോ ഒന്നും അല്ലല്ലോ. അനീഷ് ഒരു കോ കണ്ടസ്റ്റന്റ് മാത്രമാണ്. അല്ല, അനീഷിനെ അനുസരിച്ച് നിൽക്കാനല്ല അവിടെ ആരും പോയിരിക്കുന്നത്. ഇനി ആദിലയുടെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ആദില പ്രൊവോക്ക് ആയി കഴിഞ്ഞാൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. ആദിലയ്ക്ക് വിവരം എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിട്ടില്ല. അതാണ് ആദിലയുടെ പ്രശ്നം. വിവരം എന്ന് പറഞ്ഞ സാധനമില്ല. അതായത് ഒരാൾ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വന്ന് നിൽക്കുകയാണെന്ന് ആദിലയ്ക്ക് അറിയാം. ആ സമയത്ത് ഗെയിമർ എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് കാമായിട്ട് അതിനെ ഡീൽ ചെയ്യണം. അവിടെ വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് പ്രൊവോക്കായിട്ട്, അതായത് അനീഷ് വന്ന എന്താണോ അതിനങ്ങ് നിന്നു കൊടുക്കുകയാണ്. പ്രൊവോക്ക് ആവാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കുന്നു, പ്രൊവോക്ക് ആവുന്നു, പൊട്ടിത്തെറിക്കുന്നു. അതിലൊരു ഗെയിമർ എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഒരു തികഞ്ഞ പരാജയമാണ്. ഒരാൾ പ്രൊവോക്ക് ചെയ്യാനാണ് വരുന്നതെന്ന് അറിയാം, അറിഞ്ഞും കൊണ്ട് തന്നെ, അതായത് അറിഞ്ഞുകൊണ്ട് ട്രെയിനിന്റെ മുമ്പിലെടുത്ത് ചാടി കൊടുക്കുന്നു പറയില്ലേ, ആ സാധനമാണ് ചെയ്യുന്നത്. ഇവിടെ അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ അമ്പേ പരാജയമാണ് ആദില. അപ്പൊ ആദിലയുടെ ഭാഗത്തെ മിസ്റ്റേക്ക്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായി തോന്നിയത് എന്തും വിളിച്ചു പറയാം. അമ്മായിരെ വീട്ടിൽ നിൽക്കുന്ന പോലെയാണ് ആദില അവിടെ നിൽക്കുന്നത്. അത് ബിഗ് ബോസ് ആണ്, ഇത് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അമ്മായിരെ വീടല്ല, വായി തോന്നിയൊന്നും വിളിച്ചു പറയാൻ പാടില്ല. അതുപോലെ അവിടെ വരുന്ന കണ്ടസ്റ്റൻസ് അവർ ട്രിഗർ ചെയ്താലും അവർ പ്രൊവോക്ക് ചെയ്താലും അവരെയൊക്കെ പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് ആദിലേക്ക് പറഞ്ഞുകൂടാ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ് ഈ വിഷയത്തിൽ. ആദിലയാണെങ്കിലും അതുപോലെ അനീഷ് ആണെങ്കിലും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇവരുടെ ആരുടെയും ഒരു ഫാൻ അല്ല ഞാൻ. ഈ സീസണിൽ ഒരാളോടും എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഇഷ്ടമോ അങ്ങനെ അടുപ്പമോ തോന്നിയിട്ടില്ല. ചില ദിവസങ്ങളിൽ അവരുടെ ഗെയിം ഇഷ്ടപ്പെടും, ചില ദിവസങ്ങളിൽ ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിഷ്പക്ഷമായിട്ട് നോക്കുമ്പോൾ അനീഷും കണക്കാണ്, ആദിലയും കണക്കാണ്. കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ടും കണക്കാണ്. ഇവിടെ രണ്ടുപേരും അവരുടേതായ ഗെയിം കളിക്കുന്നു. അനീഷിന്റെ ഗെയിം കളിക്കുന്നു. ആ ഗെയിമിൽ വീണ് ആദിലയുടെ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞും വായി തോന്നിയ വിളിച്ചു പറഞ്ഞും പ്രവോക്കായും ഒക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. സോ ഇതാണ് സംഭവിച്ചത്. ഇതിലെ ഏകപക്ഷീയമായിട്ട് ആദിലെ മാത്രം ഞാൻ കുറ്റം പറയില്ല. അനീഷ് അമ്മാതിരി വെറുപ്പിക്കലാണ്.